മുയ്ത്തായ് എന്ന ആയോധന കലയിൽ പ്രതിഭയുടെ മിന്നലാട്ടം കൊണ്ട് നാടിന് വിസ്മയമാവുകയാണ് മാവേലിക്കര പടിഞ്ഞാറേനട സ്വദേശിയായ 7 വയസ്സുകാരൻ അഥർവ് മുരുകൻ. ഹരിയാനയിലെ റോത്തക്കിൽ നടന്ന മുയ്ത്തായ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ അഥർവിന് മാവേലിക്കരയിൽ സ്വീകരണം നൽകി. മുയ്ത്തായ് എന്ന ആയോധന കലയിൽ പ്രതിഭയുടെ മിന്നലാട്ടം കൊണ്ട് നാടിന് വിസ്മയമാകുകയാണ് മാവേലിക്കര പടിഞ്ഞാറേനട സ്വദേശിയായ 7 വയസ്സുകാരൻ അഥർവ് മുരുകൻ. ഇതിനോടകം തന്നെ നിരവധി മത്സരങ്ങളിൽ മെഡലുകളും പുരസ്കാരങ്ങളും വാരിക്കൂട്ടിയ ഈ കൊച്ചു പ്രതിഭ നാടിന് അഭിമാനമാകുന്നു. ഇപ്പോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലും നേടി മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. ഹരിയാനയിലെ റോത്തക്കിൽ നടന്ന മുയ്ത്തായ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ അഥർവിന് നാട്ടുകാരും ഇന്റർനാഷണൽ നിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ കോച്ചായ കെ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലും ഉജ്ജ്വല സ്വീകരണം നൽകി. മാവേലിക്കര പടിഞ്ഞാറേനട കോളാറ്റ് മുരുകൻ അഞ്ജന ദമ്പതികളുടെ മകനാണ് അഥർവ്. നാട്ടുകാർ നൽകിയ സ്വീകരണത്തിന് ശേഷം നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി മാവേലിക്കര നഗരം ചുറ്റി മാങ്കാങ്കുഴി ജംഗ്ഷനിലേക്ക് തുറന്ന ജീപ്പിൽ അഥർവിനെ ആനയിച്ചു. തുടർന്ന് മാങ്കാങ്കുഴി ജംഗ്ഷനിൽ നടന്ന സ്വീകരണ സമ്മേളനം ഡോക്ടർ എ വി ആനന്ദരാജ് ഉദ്ഘാടനം ചെയ്തു. ഉന്നതമായ നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും അവരെ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് എത്തിക്കുവാനും കഴിയുന്ന ഈ ഒരു ആയോധന കലയ്ക്ക് കൊച്ചു കുട്ടികളായാലും പ്രായമുള്ളവരായാലും ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഉന്നതമായ നിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുക മാത്രമല്ല ഈ നാടിന് ഗുണപ്രദമായ നിലയ്ക്ക് അവരെ വളർത്തിയെടുക്കുവാൻ കൂടി കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട രാജേഷ് അടക്കമുള്ള ആദ്യം പോയി അത് കേരള സ്റ്റേറ്റ് മെഡൽ അടിക്കുകയും അത് കഴിഞ്ഞ് കിക്ക് ബോക്സിംഗ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ഇവിടെ മെഡൽ അടിക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബീച്ച് ഹൗസിലാണ് ഫെൻസിംഗ് അടിച്ചത്. പിന്നെ ഇപ്പോൾ ഈ ഡൽഹിയിൽ നിന്ന് ഹരിയാനയിൽ നടന്ന മുയ്ത്തായ് ചാമ്പ്യൻഷിപ്പിൽ ഞാനും രാജേഷണ്ണും കൂടെയാണ് പോയത്. അഥർവിനെയും കൊണ്ട് ഇനി അടുത്ത മത്സരങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ പറയാനുള്ളത് ഈ വന്ന എല്ലാവർക്കും എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. കോച്ച് കെ രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.